എല്ലാവർക്കും മല്ലുവണ്ടപ്പണ്ണിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ബിസിനസ് മോഡലിനെ പറ്റിയാണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വറുത്ത് എടുക്കുന്ന ഒരു ഡിഷാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് കാറ്റഗറിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ ബിസിനസ് അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മാർക്കറ്റ് അനാലിസിസും അതിൻ്റെ റിസർച്ചുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടാർഗറ്റഡ് മാർക്കറ്റ്, അതായത് ഈ ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ ഉള്ളൊരു സ്ട്രീറ്റ് ഫുഡ്, ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ആക്കണമെന്നില്ല, അതുപോലെ ഏത് സ്ട്രീറ്റ് ഫുഡ് നിങ്ങൾ ഇറക്കിയാലും അതിൻ്റെ ഒരു ടാർഗറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ IT പ്രൊഫഷണൽ ആയിട്ടുള്ളവർ, പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ, ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്നൊരു സ്നാക്ക് വേണമെങ്കിൽ അവർക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വാങ്ങിക്കാം. ഓക്കെ, കോളേജ് സ്റ്റുഡൻസ്, ഫാമിലീസ്, ഇങ്ങനെയുള്ള 3 കാറ്റഗറിയിലോട്ടുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും ഫ്രഞ്ച് ഫ്രൈസ് പ്രിഫർ ചെയ്യുന്നത്. കഫേസിൽ കൊടുക്കാം, അതുപോലെ സ്മോൾ റെസ്റ്റോറൻറ്റ്സിൽ ഫ്രഞ്ച് ഫ്രൈസ്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കുക, എന്നിട്ട് അവരത് വറുത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് അവരുടെ പ്രോഡക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, സ്ട്രീറ്റ് ഫുഡ് വെൻഡേഴ്സ് ബൾക്കായിട്ട് വാങ്ങിക്കാനായിട്ടൊക്കെ സ്ട്രീറ്റ് ഫുഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ നമ്മൾ വേവിച്ച് കൊടുക്കാൻ പറ്റും, ഫ്രോസൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. മാർക്കറ്റ് ഡിമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഫാസ്റ്റ് ഗുഡ്സ് അല്ലെങ്കിൽ സ്നാക്ക്. ഏർബൻ ഏരിയ, സിറ്റി ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫുഡ് ഐറ്റം എന്ന രീതിയിൽ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, കോമ്പറ്റീറ്റർ അനാലിസിസ് ആണെങ്കിൽ ലോക്കൽ ഫുഡ് ചെയിൻസ് ഉണ്ട്, മക്ഡൊണാൾഡ്സ്, KFC, അവിടെയൊക്കെ എന്താണ് ഫ്രഞ്ച് ഫ്രൈസ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു കോമ്പറ്റീഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ സ്ട്രീറ്റ് ഫുഡ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ മോമോസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒരു കോമ്പറ്റീഷനായിട്ട് വരും. ഓക്കെ, ലൊക്കേഷൻ വരുമ്പോഴേക്കും നല്ല രീതിയിൽ ആൾക്കാർ ഉള്ള, അല്ലെങ്കിൽ നല്ല ട്രാഫിക് വരുന്ന ഏരിയാസ്, കോളേജിൻ്റെ ക്യാമ്പസ് അടുത്തുള്ള ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സോൺസ്, അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചെറിയ കഫേ സ്റ്റൈലായിട്ടോ അല്ലെങ്കിൽ ഫുഡ് ട്രക്കായിട്ടൊക്കെ ആയിട്ട് നമുക്കിത് തുടങ്ങാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഒരു ബേസിക് ബിസിനസ് മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത് തുടങ്ങേണ്ട കഫേ എന്ന് പറയുന്നത് ഐഡിയലായിട്ട് നല്ല രീതിയിൽ ആൾക്കാർ പോയി വരുന്ന സ്ഥലങ്ങളിൽ വേണം തുടങ്ങാനായിട്ട്. ക്ലൗഡ് കിച്ചൺ മോഡലിൽ നമുക്ക് കൊടുക്കാം. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളും എല്ലാം കുക്ക് ചെയ്തിട്ട് എന്താണ് ഓൺലൈനായിട്ട് സ്വിഗ്ഗി, സൊമാറ്റോയിലൊക്കെ ഓർഡർ വരുമ്പോഴേക്കും മാത്രം കൊടുക്കുന്ന രീതിയിൽ ക്ലൗഡ് കിച്ചൺ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഫ്രാഞ്ചൈസി മോഡലാണ്. നിങ്ങളൊരു ഔട്ട്ലെറ്റ് തുടങ്ങി ഒരു ബ്രാൻഡായി കഴിയുമ്പോൾ എന്താണ് ഈ ഔട്ട്ലെറ്റ് തന്നെ നമുക്ക് വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഫ്രാഞ്ചൈസി ഫീസും കാര്യങ്ങളും, റോയൽറ്റി ഫീസൊക്കെ നമുക്ക് അതിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഡിഫറെൻറ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആയിട്ട് തന്നെ നമുക്ക് ഇറക്കാം. നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വേണേൽ ഇറക്കാം, സ്മോൾ, മീഡിയം, ലാർജ് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ തരംതിരിച്ചെടുക്കാം. അതുപോലെ തന്നെ ഫ്ലേവേർഡ്, പെരി പെരി, ഗാർലിക് ചീസ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഇറക്കാൻ പറ്റും. പിന്നെ ലോഡഡ് ഫ്രൈസ് ആണ്, ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് ഒക്കെ കൊണ്ട് മിക്സ് ചെയ്തേക്കുന്ന, ചീസൊക്കെ ആയിട്ട് മിക്സ് ആക്കുന്ന ലോഡഡ് ഫ്രൈസ് നമുക്ക് ഇറക്കാൻ പറ്റും. പിന്നെ ബർഗേഴ്സും ഡ്രിങ്കും ഒക്കെ ആയിട്ടുള്ള ഒരു കോംബോ മീലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കാറ്റഗറിയിൽ തന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ പ്രോഡക്ട്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ പോർഷൻ ഓഫ് ഫ്രഞ്ച് ഫ്രൈസിന് നമുക്ക് 70 മുതൽ ഒരു ലാർജിന് ഒരു 150 രൂപ വരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഐഡിയൽ കേസിൽ ഈ നമ്മൾ പറഞ്ഞ ഡിഫറെൻറ്റ് കാറ്റഗറി, ഫ്ലേവേർഡ് ഫ്രൈസ് ആകട്ടെ, ലോഡഡ് ഫ്രൈസ് ആകട്ടെ, കോംബോ മീൽസ് ഒക്കെ ആകട്ടെ, അതിനൊക്കെ ഏകദേശം 150 മുതൽ 250 രൂപ വരെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു എത്ര കോസ്റ്റ് വരും, ഇതൊരു നമ്മൾ റൺ ചെയ്യുമ്പോഴേക്കും ഇതിന് എത്ര കോസ്റ്റ് വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ സെറ്റപ്പ് കോസ്റ്റ്, ഇത് നമ്മൾ തുടങ്ങാനായിട്ട് ഉള്ള എക്യുപ്മെൻറ്റ്, ഇനീഷ്യൽ സ്റ്റോക്ക് എടുക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ റെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെല്ലാം ഇച്ചിരി ചാർജ് വരും. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 2.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ നമുക്കൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ വരും. ഓക്കെ, ഇതിൻ്റെ ഡെയിലി ഓപ്പറേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2 മുതൽ 3 സ്റ്റാഫിനെ ഇതിനകത്ത് കൊണ്ടുവരണം. അതായത് ഇത് ഉണ്ടാക്കാനായിട്ട്, ഇപ്പോൾ നമ്മൾ പുഴുങ്ങാനായിട്ട്, ഇത് പുഴുങ്ങി ഫ്രോസൺ ആയിട്ട് വേണം ഔട്ട്ലെറ്റുകളിലൊക്കെ ആണെങ്കിലും കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഒരാൾ വേണം. ഇപ്പോൾ നമ്മളൊരു കഫേ പോലെ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റാള് പോലെ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഇത് ഫ്രൈ ചെയ്ത ആൾക്കാരിലോട്ട് കൊടുക്കാനും പൈസ വാങ്ങിക്കാനായിട്ട് ഒരാൾ വേണം. ഓക്കെ, അപ്പോൾ 2 to 3 സ്റ്റാഫ് മെമ്പേഴ്സ് വേണം. സോഴ്സിങ് ഓഫ് പൊട്ടറ്റോസ്, അതായത് നമ്മൾ ലോക്കൽ ഫാമേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിൽ സപ്ലയേഴ്സിൻ്റെ അടുത്ത് പോയി ഈ പൊട്ടറ്റോസ് നമ്മൾ സോഴ്സ് ചെയ്യണം. ഇത് പ്രോപ്പറായിട്ട് റെഗുലേറ്ററി ടെസ്റ്റും കാര്യങ്ങളും, ഈ നല്ല ടേസ്റ്റ് ഉള്ളതാണോ അല്ലെങ്കിൽ ഹൈജീൻ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം.
ഓക്കെ, ഇൻവെന്ററി മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇതിന്റെ സ്പൈസസ്, ഓയില് കാര്യങ്ങളെല്ലാം അതിനും നമുക്ക് കുറച്ച് ചാർജസ് വരും. ഓക്കെ, അപ്പോൾ നമ്മളൊരു എത്രത്തോളം റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഐഡിയൽ കേസിൽ ഇതിന് 100 രൂപയാണ് ഒരു പാക്കറ്റ് ഫ്രൈസ് നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന റവന്യൂ എന്ന് വെച്ചാൽ നമുക്കൊരു എസ്റ്റിമേറ്റഡ് നമ്മൾ ഒരു ദിവസം 60 പാക്കറ്റ് എങ്കിലും നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഒരു 6000 മുതൽ 7000 രൂപ വരെ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ മന്ത്ലി റവന്യൂ എന്ന് പറയുന്നത് 1,80,000 മുതൽ 2,10,000 രൂപ വരെ നമുക്ക് മന്ത്ലി വരവ് എന്ന കണക്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വരുന്ന ചിലവ് നമ്മൾ നോക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റ്, പൊട്ടറ്റോ നമ്മൾ കിഴങ്ങ് വാങ്ങിക്കുന്നുണ്ട്, ഓയില്, സ്പൈസസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, അത് കൂട്ടി നമുക്കൊരു 60,000 രൂപ നമുക്കൊരു എക്സ്പെൻസ് ഒരു മാസം നമുക്ക് വരുന്നുണ്ട്. പിന്നെ റെന്റ് ഒരു 30,000 രൂപ നമുക്ക് റെന്റ് മാത്രം വരുന്നുണ്ട്. പിന്നെ ഈ സാധനങ്ങളുടെ വിലക്കയറ്റമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അതൊന്ന് കവർ ചെയ്യാനായിട്ട് നമ്മളൊരു 15 രൂപ 15,000 മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്റ്റാഫിന്റെ സാലറി നമുക്കൊരു എല്ലാം കൂടി കൂട്ടി ഒരു 25,000 രൂപ പെർ മന്ത് 2 പേർക്കും കൂടി എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. മാർക്കറ്റിങ്ങും പ്രൊമോഷനൊക്കെ എല്ലാം വേണ്ടിയിട്ട് നമുക്കറിയാം ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം, ആൾക്കാരിലോട്ട് എത്തണം. അപ്പോൾ അത് 10,000 രൂപ പെർ മന്ത് എന്ന രീതിയിൽ നമുക്കതും മാറ്റിവെക്കാം. അപ്പോൾ ടോട്ടൽ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,40,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വരുന്ന വരവെന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 2,10,000 രൂപയാണ്. ഓക്കെ, മന്ത്ലി എക്സ്പെൻസ് ചിലവ് വരുന്ന 1,40,000 രൂപയാണ്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു 70,000 മുതൽ 1,00,000 രൂപ പെർ മന്ത് നമുക്ക് ഇതിൽ നിന്ന് ലാഭം കിട്ടുന്ന രീതിയിലാണ് ഇത് വർക്കൗട്ട് ആകുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, 60 മുതൽ 70 പാക്കറ്റ് ഒരു ദിവസം നമുക്ക് സെല്ല് ചെയ്താലാണ് ഈ ഒരു വാല്യൂയിലോട്ട് എത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു യുണീക്ക് ബ്രാൻഡ് ഐഡന്റിറ്റി കൊണ്ടുവരിക. അതായത് ഈ ഫ്രഞ്ച് ഫ്രൈസിന് തന്നെ ഫ്രൈസ് അല്ലെങ്കിൽ ഫ്രൈ ബഡ്ഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേര് കൊണ്ടുവരാം. ഓക്കെ, നല്ല ക്യാച്ചി ടാഗ് ലൈനൊക്കെ വെച്ച് ഒരു ബ്രാൻഡ് നെയിം നമ്മൾ കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ ഡിസ്കൗണ്ട്സും അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഓഫേഴ്സ്, സീസണൽ ആയിട്ടുള്ള ഡീല്, അല്ലെങ്കിൽ ഓണം ഓഫേഴ്സ്, അല്ലെങ്കിൽ ക്രിസ്മസ് ഓഫേഴ്സ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രൊമോഷൻസ് കൊണ്ടുവരാം. ഓക്കെ, അപ്പം റെഫറൽ പ്രോഗ്രാംസ് ആണെങ്കിലും നമ്മുടെ ഈ കോളേജിന് അടുത്ത് ക്യാൻറ്റീനോട് ചേർന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൂടെയൊക്കെ നമുക്ക് പ്രൊമോഷൻസും ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്ന് ടേസ്റ്റിംഗ് സെഷൻസ് നടത്താം. അതൊക്കെ വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് തരുന്നത്. പിന്നെ ഉള്ളത് സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഡെലിവറീസും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ സ്കെയിലബിലിറ്റി, ഫ്യൂച്ചർ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ വാഫിൾ ഫ്രൈസ് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ നമുക്ക് എക്സ്പാൻഷൻ നോക്കാൻ പറ്റും. പിന്നെ ബർഗേഴ്സ്, റാപ്സും അങ്ങനെയുള്ള സാധനങ്ങൾ കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ് പോലത്തെ ഔട്ട്ലെറ്റ്, പ്രീമിയം ഔട്ട്ലെറ്റുകളിലൊക്കെ നമുക്ക് സിറ്റീസിലൊക്കെ നമുക്ക് ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഫ്രാഞ്ചൈസിങ് മോഡലിലാണ് നമുക്ക് കുറച്ചുകൂടെ മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ എന്ന രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. പിന്നെ റിസ്ക് മാനേജ്മെന്റ് എന്ന രീതി നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ പൊട്ടറ്റോ ആണെങ്കിലും ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിലും അതിന് ചിലപ്പോൾ പ്രൈസ് കൂടും. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ നോക്കണം. ഒരു സപ്ലയർ മാത്രമല്ലാതെ കുറേ സപ്ലയേഴ്സിനെ നമ്മുടെ കയ്യിൽ ബന്ധപ്പെട്ടിരിക്കണം. പിന്നെ FSI റെഗുലേഷൻസ്, ഫുഡ് സേഫ്റ്റി ഒക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ നടത്താനായിട്ടും. ഓക്കെ, അപ്പം ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കസ്റ്റമർ റിലേഷൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് ആ ഒരു എസ്റ്റിമേറ്റഡ് റവന്യൂവും ടാർഗറ്റും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ബിസിനസ് മോഡലായിട്ട് വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.